ബോൾട്ടെ 4 നമുക്കറിയാം ആദ്യത്തെ, ബാക്കി 2 ചഹർ എറിഞ്ഞോട്ടെ. ഗ്രൗണ്ടിലല്ല, ഗാലറിയിൽ. ആ ബോളിംഗ് തന്നെ ഫസ്റ്റ് ഓവർ ഞാനറിയും. നമ്മൾ ചെയ്താ പോരെ? തമ്പേ, ഓസ്ട്രേലിയ ക്യാപ്റ്റൻ നീ, ഈടത്തെ ക്യാപ്റ്റൻ ഞാനാണ്. ഞാൻ വേണ്ടിക്ക് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യും. നമ്മളല്ലേ ആദ്യം 5 കപ്പെടുത്തേ. വാങ്കടയിൽ നാഥനായി വാണ ക്രിക്കറ്റ് ദൈവം, മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന ക്രിക്കറ്റ് ദൈവം. ദൈവത്തിന്റെ പോരാളികളിൽ മതി തോറ്റുകൊണ്ടേ തുടങ്ങുമെന്നല്ലേ, നിർത്ത്. വേറെ കൊണ്ടാ പുതിയ ഡയലോഗ്. എന്ത് നാണം കെട്ട ജയാട് നിങ്ങൾ ജയിച്ചിന്. ബാക്കിയെല്ലാ ടീമും 200, 250 അടിക്കും. നിങ്ങളിങ്ങനെ 150 അടിച്ച് നടന്നു. അത് ശരിയാണല്ലോ. ഇനി ബാറ്റിങ്ങിന്റെ കുഴപ്പമായിരിക്കും. ഇനി നിങ്ങളല്ലേ ഫസ്റ്റ് ബാറ്റ് ചെയ്തിന്? ബുംറമോനു എന്തായി? നടുവേനെല്ലാം മാറിയാ? വരൂലേ? വേം വരൂലേ? അറിഞ്ഞിനാ ചെന്നൈനെ RCB തോപ്പിച്ചു. ഇത് നമ്മളെ തോപ്പിച്ച ചെന്നൈനെയാ? RCBയാ? ആന്ന്. അതെങ്ങനെ തോപ്പിച്ചേ? എറിഞ്ഞിട്ട് തോപ്പിച്ച്. അതെങ്ങനെ തോപ്പിച്ചേ? 50 റണ്ണിന് തോപ്പിച്ച്. നീ അതെങ്ങനെയാന്ന് പറ. ഇങ്ങനെ തോപ്പിച്ച്. രണ്ടാമത്തെ കളിയായോണ്ട് നമ്മള് സഹിച്ച്. എന്നാ 2 പോയിന്റ് വെച്ചോ. പോയിക്കോ. ദേഷ്യം വരുന്നതിന് മുന്നേ പോയിക്കോ. പകുതിക്കൊന്നും വന്നേക്കല്ലേ നമ്മുടെ അടുത്തേക്ക്. പോ. റിട്ടേൺ ഔട്ടാ ഇതൊന്ന കണ്ടം കളിയാ. എന്നാടതിലൊക്കെ നിങ്ങളുടെ ബേക്കറിയിൽ നിന്നിരുന്നോ? കളിയിൽ നടക്കുന്ന എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കില്? ഇന്ന് നമ്മള് കളി ഉണ്ടേനോ? എന്നോട് പറയാനി. നല്ല ആളോടാ പറഞ്ഞേ. ഇങ്ങനത്തെ ബൂസ്റ്റർ ക്യാപ്റ്റൻസി ആണെങ്കിൽ ഞാൻ കളിക്കൂലേ. അന്ന് ചെന്നൈ നോട്ട് വിട്ടിട്ടുണ്ട്. ആടെയാകുമ്പോ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ചെന്നൈ പോകാൻ എനിക്ക് 30 വയസ്സ് കഴിഞ്ഞാ. അയാളെന്തെങ്കിലും ആയിട്ട് ഞാനെന്നാ കളിക്കാൻ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ രോഹിത് അണ്ണനെ പരിക്കുന്ന് മാത്രമേ പറയാവൂ കേട്ടാ. ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ ആരുടെ അടുത്തേക്കും വിരല് ചൂണ്ടുന്നില്ല. ഇത് വിരളി ഞാൻ പൊട്ടിക്കും. 17 ബോളിൽ 15 റണ്ണ് കടന്നി കഴിഞ്ഞാളി എടുത്തിന്. പണ്ടേ നിന്നെ ഞാൻ നോട്ട് വിട്ട് വെച്ചത് എന്റെ ഹാഫ് സെഞ്ചുറി കളഞ്ഞേരെ. ആ ഗ്രൗണ്ട് കാണുന്നുണ്ടോ നീ? അതതിന് കാടല്ലേ? അതന്നെ ഞാനും പറഞ്ഞേ. നീ കളിക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ ആടെ ഗ്രൗണ്ടേനു. നീ ചൊട്ടിയിട്ട ബോളാണ് ആടിപ്പോ കാടായെ. അംബാനിജി, ഇപ്പോഴത്തെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ പറ്റിയൊരു പ്ലെയർ ഉണ്ട്. ബുംറയല്ല, എന്റെ മകൻ അർജുൻ. ദൈവകോപം വരുത്തി വെക്കോ? ഡെഡി, നമുക്ക് അടുത്ത പ്രാവശ്യം അളിയന്റെ ടീമിലേക്ക് പോയാലോ? ഇവിടെ എങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കാൻ നോക്കുമ്പോ ഇതാകുമ്പോ എന്നെ വിളിക്കട്ടെ. നിതേച്ചി, ദൈവമാണേ. ടേബിൾ ടോപ്പ് അങ്ങോട്ടേക്കാണോ എന്നൊരു സംശയം ഉണ്ട്. അങ്ങോട്ടേക്ക് RCB പഞ്ചാബിൽ ഓടുന്നുണ്ട്. അങ്ങോട്ടേക്കാവാൻ വഴിയില്ല. പക്ഷെ എന്നാലും അങ്ങോട്ടേക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രക്ക് ഉറപ്പാണെങ്കിൽ നീ അങ്ങോട്ടേക്ക് ഓടിക്കോ. നമ്മുടെ പുളിസു അങ്ങനെ നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട. വേറെ പറയൂ ഗോ, ഐ ആം ദേർ. പൊരിഞ്ഞ പോരാട്ടായിരുന്നു. എന്നാ മക്കളെ, 2 ബോളും കൂടി എനിക്ക് എറിയാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ 50 ആക്കുമായിരുന്നു ഞാൻ. നന്ദിയുണ്ട് ക്യാപ്റ്റ 2 ഓവറിൽ വിളിക്കാന്. അല്ലെ ഞാനിന്ന് ഹാഫ് സെഞ്ചുറി ആകുന്നു. അല്ല, നീ ആരാന്നേനോ പറഞ്ഞേ? ഞാൻ ആരാ ഏട്ടാ? അല്ല, അതന്നെ നമ്മക്കും ചോദിക്കാനല്ലേ. നീ ആരാന്ന്? നിന്നിൽ എന്തിനാന്ന് നമ്മൾ ഓപ്ഷനിലെടുത്തിന്? ഏതാന്ന് ഇവനല്ലോ. കഴിഞ്ഞ കളി നീ അടിച്ചിട്ടില്ല. അതിന്റെ മുന്നത്തെ കളി നീ അടിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്, ഇന്ന് നീ അടിച്ചോ, നീ അടിക്കണ്ട. ഇന്നൊരു വെറൈറ്റിക്ക് നമ്മൾ 2 അടിക്കാം. 2 അടിച്ചോ, പക്ഷെ പിന്നെ തിരിച്ചിങ് R ഗ്രൂപ്പിലേക്ക് വരണ്ട, നേരെ പാണ്ഡ്യ ഗ്രൂപ്പിലേക്ക് പോകേണ്ടി വരും. അതാകുമ്പോ ആർക്കും സംശയം തോന്നൂലല്ലോ. അതൊരു നല്ല ഐഡിയ ആണല്ലേ. പിന്നെ ഇന്ന് അങ്ങനെ ആക്കിക്കോ. ഒന്നോ ഒരു കാര്യം ചെയ്, ഇന്ന് അങ്ങനെ അടിച്ചോ. അയ്യോ, അങ്ങനെ ചെയ്താൽ എന്റെ പവർ പോവില്ലേ മോനെ? കുറെ ബോള് നിന്നാ എന്റെ പവർ പോവും. അപ്പൊ എല്ലാം ഇന്ന് പ്ലാൻ ചെയ്ത പോലെ ഓക്കെ. ആർക്കും ഒരു സംശയം ഉണ്ടാവാറ്. R ഗ്രൂപ്പ് എന്താ ശർമാജി, അവിടെ ഒരു മീറ്റിംഗ് പോലെ? ഒന്നുമില്ല പാണ്ഡ്യ മോനോ. അത് ഇന്ന് ഡഗ് ഔട്ടിൽ ഫാലൂദി ഉണ്ടോന്ന് ചോദിച്ചതാ. ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കും. പാണ്ഡ്യ തിരിച്ചും മറിച്ചും എല്ലാം പലതും ചോദിക്കും. നമ്മൾ വിട്ടുകൊടുക്കറ. ഓക്കെ, തോറ്റിട്ടുണ്ടാവല്ലേ? പടയപ്പാ, അപ്പോഴേ പറഞ്ഞതല്ലേ മക്കളെ, തോറ്റുകൊണ്ട് തുടങ്ങുന്ന ദൈവത്തിന്റെ പോരാളികളെയാണ് ഭയക്കേണ്ടതെന്ന്. 6ാമത്തെ കപ്പലോടി. പാജി, ഇന്നത്തെ കണക്കൂട്ടലുകളെല്ലാം പാളിയല്ലോ. എനക്കും മനസ്സിലാവുന്നില്ല എവിടെയാ പാളിയെന്ന്. നമുക്കൊരു മീറ്റിംഗ് വിളിക്കണ്ടേ? S ഗ്രൂപ്പിന്റെ R ഗ്രൂപ്പിന്റെയും. അടുത്ത കളി SRHന്റെ ഒപ്പരാന്ന്. മറ്റോനെ പിടിക്കാം, ഇഷാൻ കിഷന. ഓക്കെ, ബൈ. ധാരാവി, ഞാൻ നമ്മളെ പഴയ IPL കാലം ഓർത്ത് പോലേനു. IPL ഫൈനലിൽ കപ്പിന് വേണ്ടി അടി കഴിയുമ്പോ ടേബിൾ ടോപ്പിൽ 1ഉം 2ഉം സ്ഥാനത്ത് ഇരിക്കുമ്പോ നമ്മൾ ഒരുമിച്ചേനു. ഇപ്പോ അടിവാരത്തിരിക്കുമ്പോ നമ്മൾ ഒരുമിച്ച്. അപ്പൊ നമ്മൾ ഇത്രയും കമ്പനി ആയ സ്ഥിതിക്ക്. കമ്പനിയാ? നീ അടിവാരത്തിന്റെ ഏറ്റവും താഴ്വാരത്തിരിക്കുന്ന ടീം, ഞാൻ അടിവാരത്തിന്റെ ടോപ്പിലിരിക്കുന്ന ടീം. ഈ സീസണിൽ നമ്മൾ അടിവാരത്തില്ലെങ്കിൽ നിങ്ങളെ അവസ്ഥ ഇതായിരിക്കൂല കേട്ടാ. പക്ഷെ നിങ്ങളത്ര ഗതി കെട്ടിട്ടില്ല നമ്മള്. നിങ്ങളാ ധോനിനെ ഓസിച്ചല്ലടാ നിൽക്കുന്നത്. തലയിരിക്കുമ്പോ വാലാടണ്ട, വേണ്ട നീ ആയിരിക്കുമ്പോ നിന്നെ ചെപ്പോക്ക് തോപ്പിച്ചല്ലേ. ഇന്ന് വാങ്കടയൊന്നും തോപ്പിച്ചു തരാടാ. എന്റെ അഹങ്കാരം ഞാൻ തീർത്തുതരാം. തലേന്ന് വാലും പൊക്കി ഓടുന്ന കണ്ടോ നീ വാങ്കടയെന്ന്? ആരാന്ന് വാലും പൊക്കി ഓടുന്നത് കാണിച്ചു തരാടാ. നീ കാണാടാ.
ചെപ്പോക്കിൽ തോറ്റാലും അടിവാരത്തായാലും വങ്കടൽ നമ്മൾ ജയിക്കും. ഫോമില്ല എന്നാലും മരമെത്ര നട്ടാലും മുംബൈയെ നമ്മൾ തകർക്കും. ബോലോ ബോൽ മേരാ ഭായി വിഷ് യു ഗുഡ് ലക്ക്. ഹലോ, ആ ന്യൂസിലൻഡ് ക്രിക്കറ്റ് ബോർഡല്ലേ? അതൊരു റീഫണ്ടിന് വേണ്ടിയിട്ടാണേ. രജിൻ രവീന്ദ്ര. ഇല്ല കഴിഞ്ഞ കൊല്ലം കിട്ടിയ സാധനം എന്നല്ല ഇപ്രാവശ്യം കിട്ടീനി. കഴിഞ്ഞ കൊല്ലം കുറച്ച് വർക്കാതിന്, ഇപ്രാവശ്യം തീരെ വർക്കാകുന്നില്ല. ഒന്നിക്കലും എന്തോ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇല്ലേ, ഡിഫക്റ്റ് പീസ്. രവീന്ദ്ര 50 അടിച്ചിരുന്ന അത് രവീന്ദ്ര ജഡേജാടു. വേണ്ട റീപ്ലേസ്മെന്റ് ഒന്നും വേണ്ട, റീഫണ്ട്. ഓക്കെ. ആ രോഹിത് അണ്ണ, ഇതൊന്ന് പവർ പ്ലേ കഴിഞ്ഞിട്ട് ക്രീസിൽ പോകുന്നില്ലേ? റെസ്റ്റ് വേണ്ടേ? ഇല്ലടാ, കുറേ നാൾ റെസ്റ്റ് എടുത്തിട്ട് എന്തോ ഒരു ക്ഷീണം പോലെ. നമ്മളെ ചങ്ങായി ഒരു തൈലം തന്നെ, നമ്മളെ കഴുത്തിന് മുകളിലുള്ള തല അപ്പോൾ നല്ലൊരു ഉന്മേഷമുണ്ട്. കൊള്ളാം സാധനം. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ബാറ്റ് ചെയ്താളെ. അപ്പോൾ അതിയാ വെറുതെ അല്ല തലക്കിന്ന് അടിക്കാൻ പറ്റായിനല്ലേ. എന്നാലും ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനെ സ്വന്തം തൈലം കൊടുത്ത് ഫോമാക്കിയ എൻ്റെ തല ഫോർ എ റീസൺ. ഇന്നത്തെ പൊട്ടുവെച്ച തങ്കക്കുടത്തിനുള്ളതായി. ഹലോ, പ്രകൃതി സംരക്ഷണ വകുപ്പല്ലേ? ഇവിടെ വാങ്കടയിൽ പ്രകൃതി വിരുദ്ധത നടത്തുന്നു സാർ. ഇന്ത്യൻ ODI ക്യാപ്റ്റനും ഇന്ത്യൻ T20 ക്യാപ്റ്റനും. അതല്ല, നമ്മൾ ബാറ്റ്സ്മാൻമാർ കഷ്ടപ്പെട്ട് നട്ടുപിടിപ്പിച്ച മരങ്ങളല്ലേ നിങ്ങൾ പിഴുതെറിയുന്നു സാർ. രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും സാർ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം സാർ. ഓക്കെ സാർ, താങ്ക്സ്. ഹലോ, ഗില്ലളിയനല്ലേ? ആ പറയടാ. അളിയന്റെ ടീമിന് ഇന്ന് കളിയില്ലേ? ഉണ്ട്. അളിയൻ നന്നായി കളിച്ച് ഇന്ന് ടീമിനെ ജയിപ്പിക്കണം, എന്നാലേ ഞങ്ങൾക്ക് പ്ലേ ഓഫിൽ കയറാൻ പറ്റൂ. ഇന്നൊരു മൂടിലടാ കളിക്ക്. അങ്ങനെ പറയരുത്. ഇന്നത്തെ കളി ജയിപ്പിച്ചാൽ സാറേച്ചിയെ കെട്ടിച്ചു തരാമെന്ന് അച്ഛൻ പറയുന്നത് കേട്ടു. ശരിക്കൂ? അതെ, ശരിയാണ്. നീ വെച്ചോ ബാക്കി. താങ്ക് യു. പോരെ, ഗുഡ് ബോയ്. അല്ലേ സായി, ഒന്നും നോക്കണ്ട, അടിച്ച് പരത്തിക്കോ എന്ന് മറ്റേ ചങ്ങായി ഡോളസ് ക്യാപ്പെടുത്തില്ലേ, അതിന് തിരിച്ചെടുത്തേക്ക്. മാണ്ടാൻ ആളിനെ ഇതിപ്പോ ഇയാള് കളിച്ച് ജയിപ്പിക്കുകയും ചെയ്യല്ലോ. ഇങ്ങനെയെങ്കിലും പുറത്തായിട്ടൊന്നും വീട്ടിൽ പോവാന്ന് വിചാരിച്ചാല് ഒന്നുമില്ല പാണ്ഡ്യേട്ടാ. രോഹിത്തേട്ടൻ. അയ്യോ കാവ്യേച്ചി. എങ്ങോട്ടാ? രോഹിത്തണ്ണൻ വന്നിട്ടുണ്ട്. രോഹിത്തണ്ണനെ കാണാൻ. ഒരു സ്റ്റേഡിയം ആകുമ്പോ അങ്ങനെ പലരും വരും, പോയി പ്രാക്ടീസ് ചെയ്യും. ആയിക്കോട്ടെ. നീ ഇത് രോഹിത്തിന് കൊടുത്താ. ദിസ് ഫണ്ട് ഈസ് ഫോർ ഓറഞ്ച് ആർമി. എടാ, ഇത് അഭിഷേകിന്റെ ആടോ. അയ്യോ സോറി, മാറിപ്പോയി. കൊള്ളാലോ എഡ്ഡന്റെ സാഹിത്യം. രോഹിത്തണ്ണന് കൊടുക്കാറ്റ, പേരുമായിട്ട് ഗില്ലിന് കൊടുക്കുക. ധാരാവി, അടിവാരത്തുനിന്ന് പോയതിന്റെ അഹങ്കാരം ഉണ്ടെങ്കിൽ പറയണം, നമുക്കൊന്ന് കൂടണ്ടേ? മുംബൈ ഇന്ത്യൻസിന് നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ. ഇപ്പൊ അടിക്കടാ. ചട്ടിയിലാണ് പല്ലിളകിയൊരു സംശയം. സൂര്യൻ. എടാ, ഞാനൊരു കിടിലൻ സ്വപ്നം കണ്ടടാ. പുതിയ സൂര്യൻ ധാരാവിന്റെ മുഖത്തടിക്കുന്നല്ലേ? അതെങ്ങനെ നീ അറിഞ്ഞേ? ഞാനും ഉണ്ടല്ലോ അടിവാരത്ത്. അങ്ങനെ തന്നെ നടന്നാ മതിയല്ലേ? സൂര്യ, തോപ്പിച്ചിട്ടിലെ തെറ്റ് നിന്റെ ഭാഗത്താ. ബിസിലേ കണ്ടോ? എന്തിനാ നിനക്ക് ദേഷ്യം വരുന്നുണ്ടാ? നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടാ? ഒന്ന് തല്ലില്ലേ? തോറ്റു. പുതിയ സൂര്യൻ തോറ്റു. അല്ലെങ്കിൽ ഇവരെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ലപ്പാ. ഇനിയിപ്പൊ ധാരാവിന്റെ ഷോ കാണേണ്ടി വരുമല്ലോ. അല്ലേ പറയുന്നത്. വന്ന് ധാരാവി തണ്ടി ചെറുളം തീർന്നു. ഓക്കെ, അപ്പൊ ഏട്ടൻ പോക്കാന്ന് എല്ലാരോടും. ചെറുക്കണ്ണ സൂക്ഷിക്കണം, അടിവാരത്ത് പാമ്പൊക്കെ ഉണ്ടാവും. അവന്റെ അഹങ്കാരം നോക്കിയാട്ടെ. എന്നാ പിന്നെ അടിവാരത്ത് റേഞ്ചറും വിളിക്കാൻ കേട്ടാ. അധികം വൈകാണ്ട് നീ ഇങ്ങോട്ടേക്കാണ് തിരിച്ചു വരുവാടാ. ഈ ബോളിന്റെ സ്ക്രിപ്റ്റ് എന്തേനും? ഇഷാൻ കിഷാൻ ഔട്ട്. ഓക്കെ, പൈസ വന്നോ? അറിഞ്ഞോ. ഈ ബോളിലല്ലേ ഔട്ടാവാൻ പറഞ്ഞു അമ്പാനിയാട്ടെ. വാ. എടാ അപ്പിലിയടാ മണ്ട. എടാ, നീ എന്നാടാ അപ്പിലിയാത്ത? നീ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ലേ? ഔട്ടാ. ഉണ്ടാ ചോറിനെ ഒരൽപ്പം നന്ദി കാണിച്ചു പോയി. എടാ അർദ്ധിക്ക് മണ്ട, നീ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഇവർക്ക്? പിന്നെ സ്ക്രിപ്റ്റ് പഠിക്കാത്തവന്റെ ബോൾ കൊടുത്താലുണ്ടല്ലോ. സ്ക്രിപ്റ്റ് പഠിക്കടാ ആദ്യം, എന്നിട്ടുണ്ടാക്കുക നിന്റെ ബോളിംഗ് ഫീൽഡിംഗ് എല്ലാം. എനിക്കെല്ലാം ഉണ്ടാവും, അമ്പാനി തരും. പക്ഷേ ഉണ്ടല്ലോ, സ്ക്രിപ്റ്റ് പഠിക്കാൻ മറക്കരുത്. നമ്മളിങ്ങനെ ഇരിക്കുക ടേബിൾ ടോപ്പിൽ. നിങ്ങൾ ആ ഡയലോഗ് ഒന്നും കൂടി കളിയാക്കിക്കൊണ്ട് പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നുള്ള ഡയലോഗ്. എന്നാൽ ഇത്രക്ക് ഫോമിലുള്ള നമ്മളെങ്ങനെയാടാ ഹോം ഗ്രൗണ്ടിൽ തോറ്റേ? എങ്ങനെയാന്ന് നോക്കാണ്ടിരിക്കുക? ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തം 10 റണ്ണ് കൊടുക്കൂല ബാറ്റ് ചെയ്യുമ്പോ. ബോൾ ചെയ്യുമ്പോ ആണെങ്കിൽ ഒരു ഓവറിൽ 11 ബോളും ചെയ്യൂ. അതിന് ഞാനിപ്പോ ബോൾ ചെയ്തിന്? അതിന് നിങ്ങളാണോ ചങ്ങായി ഇപ്പം ക്യാപ്റ്റൻ? അത് ഞാൻ മറന്നുപോയി. യു പ്രൊസീഡ്. നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ പാണ്ഡ്യച്ചക്കനെ മാത്രം കുറ്റം പറയല്ലപ്പാ. പക്ഷെ പുറത്തുള്ള സംസാരം എന്താന്ന് വെച്ചാല് പണ്ടത്തെ ടീമിനോടുള്ള സ്നേഹമാണെന്നോ കോച്ചിനോടുള്ള കടപ്പാടാന്നല്ല.
പുറത്തുള്ള സംസാരമാണ്, നമുക്കറിയില്ലല്ലോ ഏത്. മക്കളെ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇനി വരാൻ പോകുന്ന 2 കളിനെ പറ്റി ചിന്തിക്കുക. അത് ജയിച്ച പ്രശ്നം തീർന്നില്ലേ. പിന്നെ ആ 2 കളിയിൽ ചഹറിന് പകരം വേണ്ടിക്ക് നമുക്കൊരു ഫാസ്റ്റ് ബൗളിംഗ് ബാറ്റിംഗ് ഓൾറൗണ്ടർ ട്രൈ ചെയ്യാം. ഇന്ത്യൻ വേണ്ട അല്ലേ? ഹായ് ഗൈസ്, കളി തോറ്റാലും ഓറഞ്ച് ക്യാപ്പ് ഞാൻ തൂക്കിയിട്ടുണ്ട് കേട്ടാ. ഈശ്വര, മനുഷ്യന്റെ കണ്ണും അടിച്ചു പോയാ. ഞാനത് പർപ്പിൾ ക്യാപ്പായിട്ടാ കാണുന്നത് കേട്ടാ സൂര്യമനെ. അടി ഇതാ സായിച്ചക്കൻ എന്നെ പറ്റിച്ചേട്ടാ. ഞാൻ ബബിൾഗം മേടിക്കാൻ പോയ വീഡിയോയിലുണ്ടേനു പ്രസീദിന്റെ ക്യാപ്പ് എടുത്ത് മാറ്റി വെച്ചോ. മൊട്ട മുതലാളി, നമ്മളെടുക്കാൻ വെച്ച പ്ലേ ഓഫ് സ്പോട്ട് കാണുന്നില്ല, മുംബൈ കൊണ്ടുപോയി തോന്നുന്നു. എടാ നിർഗുണ ഡൽഹി, നിങ്ങൾക്കെല്ലാം മര്യാദക്ക് കളിച്ച് പ്ലേ ഓഫ് കയറുന്നതിനെന്തിനോടാ? ഇവന്റെ ആദ്യത്തെ ഫോം കണ്ടേരം ഞാൻ വിചാരിച്ച പ്ലേ ഓഫ് കയറി അങ്ങ് മലമറിച്ചെന്നാണ്. എന്തൊരു കാഷ്ടായത്. അതിന് നമ്മക്കെല്ലാ പ്ലേ ഓഫ് കയറാൻ പറ്റായി, നിങ്ങൾക്കെല്ലാം പ്രശ്നം. അങ്ങനെ നമ്മളെ പ്ലേ ഓഫ് സ്പോട്ട് നിങ്ങളെ പ്ലേ ഓഫ് സ്പോട്ട് എന്നെല്ലാം ഉണ്ടാവും. ഒരാവശ്യം വരുമ്പോ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണ്ടേ? ഈ കപ്പില്ലാത്ത 3 വണ്ടന്മാരെ പറ്റിച്ച് 2ാമത്തെ കപ്പ് എടുക്കാന്ന് വിചാരിച്ചു. ഇതിപ്പോ മുംബൈ തന്നെ കയറിയല്ലോ. എടാ നിനക്ക് പേരിനൊരു കപ്പ് ഉണ്ട് എന്ന് വിചാരിക്കും. ആ കപ്പില്ലാത്ത 2ാമത്തിൽ ഒന്നതാ പറാത്ത തിന്നുന്ന, ഒന്നതാ മുംബൈ കയറൂലെന്ന് സന്തോഷിച്ചിട്ട് നീരാടാൻ പോയിട്ടാ മഴയത്ത്. ടപ്പ് ടപ്പ് ടിം ഡേവിഡ് മഴ നനയാൻ പോയപ്പോ ടിപ്പ് ടിപ്പ് RCB കപ്പെടുത്ത് കാണിച്ചേ. ഡൽഹി മോനും തോപ്പിച്ച മുംബൈനാ. എന്നാലും രോഹിത് ഭായ് നിങ്ങൾ തോറ്റ് കളഞ്ഞല്ലോ. ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ ടോപ്പ് ആയിക്കൂടേനോ, ഒരു ടെൻഷനും ഇല്ലേനോ. എന്റെ അംബാനി എണ്ണ ഇതെല്ലാം ഇപ്പൊ ട്രെൻഡ്. ക്വാളിഫൈ ആയ ടീമുകൾ ക്വാളിഫൈ ആവാത്ത ടീമുകളോട് തോക്കണോ? അതിന് പഞ്ചാബ് ക്വാളിഫൈ ആയ ടീമല്ലേ? ഓ അതെയാ, അത് ഞാൻ മറന്നുപോയി ചേട്ടാ. പണ്ഡിമോനും ഡൽഹിയും അതെ തോറ്റു, മുംബൈ തോറ്റു. എന്തുകൊണ്ടാണ് മുംബൈ തോറ്റത്? അംബാനി കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടിയിട്ട്. ഈ കഴിഞ്ഞ കളിയിലെല്ലാം ബാക്കിയുള്ള ടീം തോക്കുമ്പോൾ എല്ലാവരും എന്നാ പറയുന്നതെന്നറിയാം, അംബാനി പൈസ എറിഞ്ഞിട്ട് മുംബൈനെ ടോപ്പ് ടേബിളിൽ കയറ്റാൻ വേണ്ടിയിട്ടാന്ന്. സമ്മതിക്കുക? ഈ പാണ്ഡ്യ ക്യാപ്റ്റനായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ചീത്തപ്പേര് അംബാനി കുടുംബത്തിന് സമ്മതിക്കുക? ഇല്ല. ഇതാ മുംബൈ ഇന്ത്യൻസിന്റെ സ്ക്രിപ്റ്റ്. അപ്പൊ നമ്മളെ സ്ക്രിപ്റ്റ്, നമ്മൾ ആദ്യം കുറച്ച് കളി തോക്കും, പിന്നെ കുറെ കളി ജയിക്കും, അങ്ങനെ മാരക കംബാക്ക് നടത്തിയിട്ട് ഫൈനലിൽ കയറും, കപ്പടിക്കും. ഓക്കെ ശരി. ഞാനല്ലേ സ്ക്രിപ്റ്റ് പറഞ്ഞിരുന്ന ആള്? ഇത് കര വേറെയല്ലേ മോനെ. വി ആർ നോട്ട് ഇൻ ദ സ്ക്രിപ്റ്റ് സ്കൈലർ, വി ആർ ദ സ്ക്രിപ്റ്റ്. അങ്ങനെയല്ലേ? കൈലറാ അതാരാ? ആ ടീലുള്ള എന്താന്ന് വെച്ചാല് നിങ്ങളിപ്പം പറഞ്ഞ പോലെ തന്നെ ആദ്യം കുറെ കളി നിങ്ങൾ തോക്കും, പിന്നെ നിങ്ങൾ ജയിക്കും, ഫൈനലിൽ കയറും, ഫൈനലിൽ RCBന്റെ ഒപ്പം തോക്കും. നമ്മൾ ഫൈനലിൽ തോക്കാനോ? അതും RCBയുടെ കൂടി പോയി. ഏട്ടാ നിങ്ങൾ ഫൈനലിൽ തോറ്റാലല്ലേ കഥ മുമ്പോട്ടേക്ക് പോവും. കോഹ്ലിക്കൊരു കപ്പ്, അതാണ് ഇപ്രാവശ്യത്തേത്. ആര് പറഞ്ഞു കഥ മുന്നോട്ട് പോയില്ല എന്ന്? ഞാൻ പറഞ്ഞു തരാം. മുംബൈക്ക് ഫൈനലിൽ ജയിക്കാൻ 8 ബോളിൽ 18 റൺ. രോഹിത് ഔട്ടാവുന്നു. എല്ലാവരും സൂര്യ ഇറങ്ങുന്നു വിചാരിച്ച് നിൽക്കുമ്പോ അതാ ഡഗ് ഔട്ടിൽ നിന്ന് മുംബൈ ജേഴ്സിയിട്ട് കോഹ്ലി നടന്നു വരുന്നു. അങ്ങനെ 7 ബോളിൽ 18 റൺ എടുത്ത് കോഹ്ലി ജയിപ്പിക്കുന്നു. അങ്ങനെ കോഹ്ലി RCBയിലല്ലേ? അതല്ലേ ട്വിസ്റ്റ്. സ്ട്രാറ്റജിക് ടൈം ഔട്ടിന്റെ സമയത്ത് നമ്മൾ കോഹ്ലിയെ സൈൻ ചെയ്യുന്നു. അങ്ങനെ കോഹ്ലി മുംബൈ പ്ലെയർ ആകുന്നു. പോരെ ഏട്ടാ? അതൊന്നും നടക്കൂല ഏട്ടാ. നിങ്ങള് അവസാനം സ്ക്രീനിൽ കോഹ്ലി തുടരുമെന്ന് എഴുതി കാണിക്കണം. അത് മതി. അതൊന്നും നടക്കൂല കേട്ടോ. ഇതാ നിങ്ങളെ സ്ക്രിപ്റ്റ്. എനക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾക്ക് ഫൈനലിൽ തോക്കാനാവില്ലെങ്കിൽ നിങ്ങൾ ഗുജറാത്തിന്റെ ഒപ്പം തോറ്റോ അതിന് മുന്നേ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പഞ്ചാബ് ഉണ്ടോ അവരൊപ്പം തോറ്റോ കേട്ടാ. അങ്ങനെയാണെങ്കിൽ നീ എത്ര കാലം ഇവിടെ പണിയെടുക്കുമെന്ന് നമുക്ക് നോക്കാം. ഹർദിക് മോനു ജയ്ഷായ് കോൾച്ചി. രോഹിത് ഭായ് മറ്റേ ഡയലോഗ് പറ. ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങാറുള്ളൂ. അതല്ലേ നമ്മളെ ഡയലോഗ്. നേരത്തെ പഠിപ്പിച്ചെന്ന്, നേരത്തെ തുടരും കാണുമ്പോൾ പറഞ്ഞേ. അത് തുടരും കാണുമ്പോൾ പറഞ്ഞ മറന്നുപോയി. പിടിയാന, മതയാന, കൊമ്പനാന, കുയ്യാന. ഞാൻ പറഞ്ഞോളൂ. പഞ്ചാബിലെ പിള്ളേരോട് പോയിട്ട് പറഞ്ഞേക്കടാ, ഒറ്റ ഞാൻ ഫൈനൽ കളിക്കാൻ വരുന്നുണ്ടെന്ന്. എന്തൊരു മഴയാന്നല്ലേ പ്രതീക്ഷിച്ചത്? അതെ അതെ അതെ. ഞാൻ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം. അയ്യോ അത് വേണ്ടപ്പാ, ഞാനിവിടെ വരുത്തിക്കാം ചായ. അല്ല നിങ്ങൾ പെരുത്തിക്കൊന്നും വേണ്ട, ഞാൻ പുറത്തു പോയി കുടിച്ചോളൂ. പുറത്തു പോയാലും മഴ കൊണ്ട് പനി പിടിക്കുവേ. വേണ്ട, ഞാൻ പുറത്തു പോയി കുടിച്ചോളൂ. വേണ്ട വിട്ടേ. വേണ്ട പ്രത്യേകിച്ച് വിട്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പണിപാളി നിർത്തിക്കോ. കേൾക്കുന്നില്ല. മഴ കുട മഴ വന്നാൽ മുംബൈ പോയി. കപ്പ് കിട്ടി. അടാ പാവികളെ, മഴ പെയ്ക്കാൻ നിങ്ങളെന്നാ ഋഷ്യശൃംഗം മാറാ. 200 റൺ എടുത്തിട്ടും തോറ്റല്ലോടാ. ഇനിയിപ്പോ എന്തോർക്കതിന് പിടിച്ചുക്കുക? ദൈവത്തിന്റെ പോരാളികളെ തോറ്റുകൊണ്ടേ തുടങ്ങുമെന്ന് പറഞ്ഞാലോ? വേട്ടെ, വയസ്സിന് മൂത്തായിപ്പോയി. ഇല്ലെങ്കിൽ ഞാനിപ്പോ ഒന്നും പറയുന്നു. എന്നാ പിന്നെ കപ്പ് കിട്ടാത്ത ഒരു ടീം കപ്പ് എടുത്തോട്ട് എന്ന് വിചാരിച്ചിട്ട് വിട്ടുകൊടുത്താന്ന് പറഞ്ഞാലോ? അത് നല്ലൊരു ഐഡിയ. എന്നാ പിന്നെ അത് സെറ്റാക്കാം.
അണ്ണനും വാർത്തൈ അപ്പത്തി തേന അപ്പത്തിയോ അപ്പത്തി തേ എന്തൊക്കെ ബഹളേനും തോറ്റുകൊണ്ട് തുടങ്ങുന്നു. പ്ലേ ഓഫ് കയറുന്നു, ഫൈനലിൽ കയറുന്നു, 6ാമത്തെ കപ്പെടുക്കുന്നു. 18 കൊല്ലം മുന്നേ IPL വന്നതാ. തീക്കനല് വീണ പോലെയായി. ഇതേ IPL ടീമുകൾ പ്രീതി ചേച്ചിക്ക് വേണ്ടി ഒരു കപ്പ് ചോദിച്ചതിനും പ്ലേ ഓഫ് കയറാൻ 2 പോയിന്റ് ചോദിച്ചതിനും ഞങ്ങളെ തല്ലി. അന്ന് IPL മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണെന്ന്. പുലയിൽ ഊതി ഊതി ശ്രേയസ് അയ്യർ ഇരുമ്പിനെ കത്തിയാക്കി. കത്തിക്കൊന്നല്ലേ അറിയൂ. ഈശ്വര കിട്ടിക്കാണോ? കിട്ടൂലേ? കിട്ടി! ഇവനൊരു ഓവറാക്കോ? ഒരു ഓവറും ഇല്ല. കുറെ കാലം കൂടി അടിച്ചല്ലേ, കുറച്ച് ഷോ എല്ലാം ആവാം. എടാ വിളിക്കടാ, കപ്പില്ലാത്തതെന്ന് വിളിക്കടാ, ഒന്ന് വിളിച്ച് നോക്കടാ. നിന്നെയല്ല വേണ്ടേ, മറ്റവരെ വിളി. നമുക്ക് കപ്പ് കിട്ടിയടാ. എപ്പോ? ഇന്ന് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. നമ്മളറിയില്ല, ഇത് ഫേക്ക് ന്യൂസ്. പോല നിങ്ങൾ രണ്ടാളോടും കൂടി എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. നിക്ക് 2008 മുതൽ തുടങ്ങിയതാ കപ്പില്ല കപ്പ്. കയ്യങ്ങാൻ പോന്നിച്ചിന്റെ അടിയാന്ന് എനിക്ക് അടി. എനക്കെന്നേരെ അറിയാനപ്പ നിങ്ങൾക്ക് കപ്പ് കിട്ടുമെന്ന് അറിയില്ല, നിനക്കൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ അറിയിക്കും, നമ്മളും നമ്മളെ ടീമും നിങ്ങളെ അറിയിക്കും. നമുക്ക് രണ്ടാൾക്കും കൂടി ടോട്ടൽ 10 കപ്പില്ലേ? ഒരു കാര്യമില്ല. പോയി 18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കപ്പ് സമ്മാനിച്ച പട്ടിദാർ ജിക്കും വിരാട് കോഹ്ലി ജിക്കും ദിനേശ് കാർത്തിക് ജിക്കും എൻ്റെ പേരിലും RCB ഫാൻസിന്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. പോല ഞങ്ങളെ ട്രോഫി കൊണ്ടുള്ള അതിഗംഭീരമായ സെലിബ്രേഷൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ വരുമല്ലോ, എന്നിട്ട് ബിരിയാണി കഴിച്ചിട്ട് പോവുമല്ലോ. ഓക്കെ, ബിരിയാണി കഴിക്കാൻ തരാം. താങ്ക്സ്. പോകരുത് അനക്ക് എന്തെല്ലോ പറയാനുണ്ട് എല്ലാവരോടും, പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ല. ബാക്കി ഞാൻ നാളെ രാവിലെ ഫോൺ വിളിച്ചിട്ട് പറയാം. ഈ സാല കപ്പ് നമ്മുടെ RCB കളിക്കാരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത.